കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മളെല്ലാവരും കാണുന്നതാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ടെൻഷൻസ്. മിഡിൽ ഈസ്റ്റിൽ എപ്പോൾ വേണമെങ്കിലും ഒരു വലിയ വാറിലേക്ക് പോകാമെന്ന അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ലോകം മുഴുവൻ നെട്ടിച്ചുകൊണ്ട് ഒരു കഥ പെട്ടെന്ന് മാറി മറിഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇപ്പോൾ ഒരു നിർണായകമായ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. ഈ പറയുന്ന ഇസ്ലാമാബാദ് മെമ്മോറാണ്ടം, അതായത് ഇസ്ലാമാബാദ് MOU നാളെ ഒപ്പുവെക്കുമെന്നാണ് ട്രംപ് ട്രൂത്ത് പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പിട്ട തൊട്ടടുത്ത നിമിഷം തന്നെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽ മാർഗമായ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. കേൾക്കുമ്പോൾ വലിയ ഒരു ജിയോ പൊളിറ്റിക്കൽ ബ്രേക്ക് ത്രൂ ആയി തോന്നാം. പക്ഷേ പെട്ടെന്ന് എന്തിനാണ് അമേരിക്ക ഇങ്ങനെ ഒരു ഡീലിനെ സമ്മതിച്ചത്? ഇനി 60 ദിവസത്തെ സീസ് ഫയറിന് പിന്നിൽ വേറെ എന്തെങ്കിലും വലിയ കളികളുണ്ടോ? വേൾഡ് കപ്പും സെപ്റ്റംബറിലെ US മിഡ് ടേം ഇലക്ഷനുമാണോ ഇതിന് പിന്നിൽ യാഥാർത്ഥ്യ കാരണം? ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരു വീണ്ടും യുദ്ധം തുടങ്ങുമോ? നമുക്കിതൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. എന്തുകൊണ്ടാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ഇത്ര പ്രാധാന്യം നമ്മുടെയും ജീവിതത്തിൽ ചെലുത്തുന്നത്? സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് എന്നൊരു സാധാരണക്കാർക്ക് അധികം കേൾക്കാൻ വഴിയില്ല. പക്ഷേ ഗ്ലോബൽ എക്കണോമിയെ നിയന്ത്രിക്കുന്ന ഈ ചെറിയ കടൽപാതയ്ക്ക് വലിയ പങ്കുണ്ട്. ഇത് ഇറാനും ഒമാനും ഇടയിലുള്ള ഒരു ചെറിയ കോറിഡോർ വഴി മാത്രമാണ്. ഇതുവരെ ഈ വഴി ഇറാൻ ബ്ലോക്ക് ചെയ്യുമെന്ന ഭീതിയിലായിരുന്നു ലോകം. അതുകൊണ്ട് തന്നെ ഓയിൽ പ്രൈസസ് ഒക്കെ കുതിച്ചുയരുകയായിരുന്നു. എന്നാൽ ട്രംപ് പറഞ്ഞതുപോലെ ഒരു നാളെ ഈ കരാറിൽ ഒപ്പിട്ടാൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് കപ്പലുകൾക്ക് പൂർണ്ണമായും തുറന്ന് കൊടുക്കും എന്നാണ്. ഈ മേഖലയിലെ പൂർണ്ണമായും തുറക്കും. അതുകൊണ്ടാണ് ഈ മേഖലയിൽ ഉണ്ടാകുന്ന ചെറിയ ഒരു കോൺഫ്ലിക്റ്റ് പോലും ലോകത്തെ എമ്പാടുമുള്ള സ്റ്റോക്ക് മാർക്കറ്റിനെയും ഗവൺമെൻറ്റുകളെ വരെ നേരിട്ട് ബാധിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് മെമ്മോറാണ്ടം ഓഫ് ഇസ്ലാമാബാദ്, അത് ഇസ്ലാമാബാദ് മെമ്മോറാണ്ടം എന്ന് എന്താണെന്ന് നോക്കാം. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാനും അമേരിക്കയും തമ്മിൽ ശത്രുത തൽക്കാലം നിർത്തിവെക്കാനുള്ള ഒരു ടെമ്പററി ഫ്രെയിംവർക്ക് മാത്രമാണിത്. ഇതിലൊരു പ്രധാന എലമെൻറ്റ് എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത്, ഒന്ന്, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് വഴി കപ്പലുകൾക്ക് ഉടൻ തന്നെ സുഗമമായിട്ടുള്ള ഒരു പോവാനുള്ള സാഹചര്യം ഒരുക്കുക. രണ്ടാമത്തത്, കറക്റ്റ് ഈ എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്ന അന്ന് മുതൽ 60 ദിവസത്തേക്ക് ഒരു സീസ് ഫയർ അറേഞ്ച്മെൻറ്റ്സ് അഥവാ താൽക്കാലികമായിട്ടുള്ളൊരു വെടിനിർത്തൽ. മൂന്നാമത്തത്, ഇറാൻ്റെ ആണവ പദ്ധതികളെ കുറിച്ചിട്ടുള്ള ന്യൂക്ലിയർ നെഗോസിയേഷൻ, പുതിയ ചർച്ചകൾ ഈ സമയത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുക. നാലാമത്തത്, ഇറാൻ നിബന്ധനകൾ പാലിച്ചാൽ, അതായത് അവരുടെ കംപ്ലയൻസസ് ഒക്കെ പാലിച്ചാൽ അവരുടെ മേലുള്ള എക്കണോമിക് സാങ്ഷൻസ് ചെറിയ ഇളവുകൾ നൽകുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു പെർമനന്റ് സീസ് ഫയറേ അല്ല. ഇത് വെറും ഒരു 60 ദിവസത്തെ ഡിപ്ലോമാറ്റിക് വിൻഡോ മാത്രമാണ്. ഇതിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം വേൾഡ് കപ്പും US ഇലക്ഷനുമാണെന്നാണ് വളരെ ഈ ജിയോ പൊളിറ്റിക്കൽ ക്ലോസ്ലി വാച്ച് ചെയ്യുന്ന എക്സ്പേർട്സ് പറയുന്നത്. ഇനി നമുക്ക് ഇതിന് പിന്നിലെ യഥാർത്ഥ കളി എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്രയും പെട്ടെന്ന് ചാടിപ്പിടിച്ചുകൊണ്ട് ഒരു 60 ദിവസത്തെ സീസ് ഫയർ കരാറിലേക്ക് സമ്മതിച്ചത്? ചില പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകത്തിന് പിന്നിൽ വലിയൊരു ഹിഡൻ അജണ്ട കാണുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, വേൾഡ് കപ്പാണ്. ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വലിയ ഒരു സ്പോർട്സ് ഈവൻ്റ് നടക്കുന്ന സമയത്ത്, എസ്പെഷ്യലി ഇൻ അമേരിക്കയിൽ എണ്ണവില കുതിച്ചുയരുകയോ ഒരു അന്താരാഷ്ട്ര പ്രതിസന്ധി ഉണ്ടായാലോ അത് അമേരിക്കയ്ക്ക് വലിയൊരു തലവേദന സൃഷ്ടിക്കും. അതുകൊണ്ടാണ് ഈ സമയത്ത് ലോകത്തെ ടെൻഷൻ തൽക്കാലം ഒന്ന് ശാന്തമാക്കാൻ അവർ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാരണം വരാൻ പോകുന്ന US മിഡ് ടേം ഇലക്ഷനാണ്. സെപ്റ്റംബറിലാണ് അതേ അമേരിക്കയിൽ ഇത് നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് യുദ്ധവും എണ്ണവില വർധനയും ഉണ്ടായാൽ അതിൻ്റെ വോട്ടർമാർക്ക് ഒരു ട്രംപിനെതിരായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ആവും. പാർട്ടിയും കനത്ത തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ ഇലക്ഷൻ സുഗമമായി ജയിച്ച് കയറി വരാൻ ട്രംപിൻ്റെ ഒരു പ്ലാൻ മാത്രമാണ് ഈ 60 ഡേയ്സിൻ്റെ സീസ് ഫയർ, ഇല്ലെങ്കിൽ ഒരു ഇസ്ലാമാബാദ് മെമ്മോറാണ്ടം. പല വിദഗ്ധന്മാരും അഭിപ്രായപ്പെടുന്നത് ഈ ഇലക്ഷനും വേൾഡ് കപ്പും കഴിഞ്ഞാൽ, അതായത് ഈ 60 ദിവസത്തെ ഒരു കാലാവധി കഴിയുന്നതോടെ ഇരു രാജ്യങ്ങളും വീണ്ടും യുദ്ധത്തിലേക്ക് കടക്കുമെന്നാണ്. നമുക്ക് ഇതിൽ പാകിസ്ഥാൻ്റെ റോൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ കഥയിൽ ഏറ്റവും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഘടകം പാകിസ്ഥാനാണ്. സാധാരണ മിഡിൽ ഈസ്റ്റിൽ എന്തൊരു ചർച്ച നടക്കുകയാണെങ്കിലും അമേരിക്കയോ സൗദി അറേബ്യയോ ഖത്തറോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളോ ആണ് ഇതിനെ മീഡിയേഷൻ ചെയ്യുക, മുൻകൈ എടുക്കാറുള്ളത്. എന്നാൽ ഇവിടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു.
അമേരിക്കയും ഇറാനും തമ്മിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ സുഗമമായി ഒരു മീഡിയേറ്ററായി നിന്ന് സഹായിച്ച ഒരു പാകിസ്ഥാൻ ആണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കരാറിന് ഇസ്ലാമാബാദ് മെമ്മോറാണ്ടം എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. തന്നെ ഒരു കരാർ വിജയിക്കുകയാണെങ്കിൽ ഒരു അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന്റെ ഒരു ഡിപ്ലോമാറ്റിക് ഇൻഫ്ലുവൻസ് കൂടി വലിയ രീതിയിൽ വർദ്ധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വാച്ച് ചെയ്യുന്നത്. എഗെയിൻ നമുക്ക് ഈ മാർക്കറ്റുകൾ ഇതിനെ എങ്ങനെ കാണുമെന്ന് നമുക്കൊന്ന് വാച്ച് ചെയ്യാം. കരാർ ഒപ്പിടുന്നതോടുകൂടി ട്രംപിന്റെ പ്രഖ്യാപനം വന്നയുടനെ തന്നെ ലോക വിപണിയിൽ ഓയിൽ പ്രൈസ് പെട്ടെന്ന് കുറയാൻ തുടങ്ങി. കാരണം സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് ഉടനെ തുറക്കുമെന്ന ഉറപ്പ് വ്യാപാരികൾക്ക് കിട്ടി. ഇന്ത്യ, ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ എണ്ണവില സ്ഥിരതയുള്ളതായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കരാർ ജയിച്ചാൽ താൽക്കാലികമായി ഷിപ്പിംഗ് റിസ്ക് കുറയുകയും മാർക്കറ്റ് കോൺഫിഡൻസ് കൂടുകയും ചെയ്യും. എന്നാൽ ഇത് വെറും ഒരു 60 ദിവസത്തെ നാടകം മാത്രമാണെന്ന് ഇതിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ച മാർക്കറ്റ് ഇതിലും ഭീകരമായി തകർന്നേക്കാം. ഒപ്പുവെക്കാൻ പോകുന്ന ഈ ഇസ്ലാമാബാദ് മെമ്മോറാണ്ടം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒന്നാണ്. ഇത് ലോക സമാധാനത്തിന് വേണ്ടിയുള്ളതാണോ അതോ ഇലക്ഷനും വേൾഡ് കപ്പും മുന്നിൽ കണ്ടുകൊണ്ടുള്ള അമേരിക്കയുടെ തന്ത്രപരമായ ഒരു ബ്രേക്ക് മാത്രമാണോ എന്ന് വരും ദിനങ്ങളിൽ നമുക്കറിയാം. 60 ദിവസത്തിന് ശേഷം കാര്യങ്ങൾ വീണ്ടും യുദ്ധത്തിലേക്ക് പോകുമോ അതോ സീസ്ഫെയർ കണ്ടിന്യൂ ആകുമെന്ന് വലിയൊരു ചോദ്യമാണ് നമുക്ക് മുന്നിലുള്ളത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഡീല് ഡൊണാൾഡ് ട്രംപ് ഈ ഡീല് കൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കുകയോ അതോ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും യുദ്ധം തുടങ്ങാവുന്ന സാഹചര്യത്തിലേക്ക് വരുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. താങ്ക് യു വെരി മച്ച്.